യാ അല്ലാ റബ്ബി, നിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണേ യാ റബ്ബുൽ ആലമീനായ തമ്പുരാനെ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി മാറുക എന്നതാണ്, അള്ളാഹുവിനോട് അടുക്കുക എന്നതാണ്. പണം, പ്രശസ്തി, ആളുകളുടെ സ്നേഹം ഇവയെല്ലാം ഒരു നാൾ അവസാനിക്കും. പക്ഷേ അള്ളാഹുമായുള്ള സ്നേഹം ലഭിച്ചാൽ ഈ ലോകത്തും സമാധാനമാണ്, നമുക്ക് ആഖിറത്തിലും വിജയവുമാണ്. നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് കൊണ്ടിരിക്കും. ചിലർ പ്രശസ്തിക്ക്, ചിലർ സന്തോഷത്തിന്, ചിലർ സമാധാനത്തിന്, ചിലർ പണത്തിന് വേണ്ടി. പക്ഷേ നമ്മുടെ യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ്. ഇന്ന് പലർക്കും എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനമില്ല. കാരണം നമ്മുടെ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ഓർക്കാനാണ്. അള്ളാഹുവിൽ നിന്ന് അകന്ന ഹൃദയം എപ്പോഴും ശൂന്യത അനുഭവപ്പെടും. നമ്മൾ എത്ര വലിയ പാപം ചെയ്ത ആളായാലും അള്ളാഹുവിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. അള്ളാഹു നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളുടെ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹുവിൻ്റെ കരുണ നമ്മളിലേക്ക് ഓടിയെത്തും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന 10 മനോഹരമായ വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഒരു ലൈക്ക് തരണേ. വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമായാലും ജീവിതത്തിൽ നടപ്പാക്കിയ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും വലിയ മാറ്റം വരാൻ ഇൻഷാ അല്ലാ. നമ്മളിൽ എത്ര പേർ ഇതിൽ ചെയ്യുന്നു, എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുവെന്ന് പറയണേ. ഒന്നാമത്തെ കാര്യം, നമസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് അടുക്കുവാനായി ഏറ്റവും വലിയ വഴി നമുക്ക് നമസ്കാരമാണ്. 5 സമയം നമസ്കാരം വെറും ബാധ്യതയാണ്, അല്ലാതെ അള്ളാഹുവിലേക്ക് അള്ളാഹുമായി അടുക്കാനുള്ള ഒരു കൂടിക്കാഴ്ചയുമാണ്. നമ്മൾ സുജൂദിലേക്ക് സുജൂദിലേക്ക് വീഴുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അതുകൊണ്ട് ഒരു നേരം നമസ്കാരം പോലും നമ്മൾ മുടക്കരുത്. സുന്നത്ത് നമസ്കാരങ്ങൾ കൂടുതൽ നിർവഹിക്കുക. രണ്ടാമത്തേത്, ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നത് നമുക്ക് ഓതുവാനുള്ളൊരു പുസ്തകമല്ല, അത് നമ്മുടെ ജീവിതത്തിലൊരു വഴികാട്ടിയുമാണ്. ദിവസവും കുറച്ച് ആയത്തുകളെങ്കിലും ഓതൂ, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഖുർആനുള്ള ഹൃദയം ഒരിക്കലും ശൂന്യമാകില്ല. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഓതുന്നത് വളരെ പുണ്യമാണ്. മൂന്നാമത്തേത്, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ സ്തുതിക്കുന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കും തോറും നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. ദിക്റുകൾ നാവിൽ ലഘുവായതും തൂക്കത്തിൽ വളരെ ഭാരമുള്ള അമലുകളുമാണ് ദിക്റുകൾ. ചെറിയ ചെറിയ ദിക്റുകൾ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റുകൾ നമ്മൾ ചുമ്മാ നടന്നു കൊണ്ടുപോകുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ചെല്ലുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകളാണ്. നാലാമത്തേത്, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാൻ പാപങ്ങളിൽ നിന്ന് അകലം പാലിക്കണം. കണ്ണിന് പാപം, നാവിന് പാപം, ഹൃദയത്തിന് പാപം. നമ്മൾ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്. ഒരു പാപം വീട്ടാൻ അള്ളാഹു നമ്മെ കൂടുതൽ അടുത്താക്കും. അഞ്ചാമത്തേത്, സത്യസന്ധമായി തൗബ ചെയ്യുക. നമ്മൾ മനുഷ്യരെ ചെയ്യുന്ന പിഴവുകൾ പലതാണ്, പക്ഷേ ഏറ്റവും നല്ലവൻ തൗബ ചെയ്യുന്നവനാണ്. അള്ളാഹു നമ്മുടെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് യാ അല്ലാഹ് പുറത്തു തരണമേ, യാ അല്ലാഹ് കരഞ്ഞ കണ്ണീര് കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. ആറാമത്തേത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഉപ്പയുടെയും ഉമ്മയുടെയും ദുആ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. അവരെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന വഴിയാണ്. അവരുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. ഏഴാമത്തേത്, പ്രാർത്ഥനയാണ്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് ആരുമില്ലെന്ന് തോന്നുകയില്ല. നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്തും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. രാത്രിയിൽ കൈ ഉയർത്തി വിളിക്കുക, അള്ളാഹു കേൾക്കുന്നുണ്ട്. എട്ടാമത്തേത്, സജ്ജനങ്ങളുമായി സഹവസിക്കുക. നല്ല ആളുകളോടൊപ്പം കഴിയുക. നല്ല സുഹൃത്തുക്കൾ അള്ളാഹു നമ്മെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ദീൻ ഓർമ്മിപ്പിക്കുന്ന ആളുകളോടൊപ്പം നടക്കൂ. കാരണം കൂട്ടുകാർ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും.
9-ാമത്തേത് സ്വതക്ക ചെയ്യുക. ചെറിയ സഹായം പോലും അള്ളാഹുവിന് വലുതാണ്. ഒരു വിശപ്പുകാരന് ഭക്ഷണം നൽകുക, ഒരു ദരിദ്രനെ സഹായിക്കുക. സ്വതക്ക പാപങ്ങൾ മായ്ക്കുകയും അള്ളാഹുവിൻ്റെ കരുണ എത്തിക്കുകയും ചെയ്യും. 10-ാമത്തേത് അള്ളാഹുവിനെ സ്നേഹിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. ലോകത്തിലെ എല്ലാവരും നമ്മെ വിട്ടുപോയാലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അത് മതി. നമ്മൾ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നമ്മൾ കരയുമ്പോഴും തകർന്നിരിക്കുമ്പോഴും എല്ലാം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ റബ്ബ് നമുക്കൊപ്പമുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് വെറും വാക്കുകൾ കൊണ്ടല്ല, അവനെ അനുസരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സ്നേഹം തെളിയിക്കുന്നത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അതെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ചിലപ്പോൾ രാത്രി നമുക്ക് ഉറക്കം വരില്ല, മനസ്സിന് സമാധാനമല്ല. എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഹൃദയം ശാന്തമാകുന്നില്ല. പക്ഷെ അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയത്തിന് ഒരു പ്രത്യേക സമാധാനം റബ്ബ് നൽകും. കാരണം ഖുർആനിൽ അള്ളാഹു പറയുന്ന, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഹൃദയങ്ങൾ സമാധാനം കണ്ടെത്തുന്നത്. നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുമ്പോൾ ഈ ലോകത്തോടുള്ള അമിത സ്നേഹം കുറയും. ആഖിറത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കും. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾ മറ്റൊരാളോടും കരുണ കാണിക്കും. പാപം ചെയ്താൽ ഉടനെ തൗബ ചെയ്യും. നല്ല കാര്യങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. ഈ ലോകത്തേക്കാൾ കൂടുതൽ നമ്മൾ റബ്ബിനെ സ്നേഹിക്കണം. കാരണം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ച ഹൃദയം ഈ ലോകത്തും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. എല്ലാം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളെ ജീവിതത്തിൽ നടപ്പാക്കിയ അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയും. അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്തു മാറാകട്ടെ. എല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജീവിക്കാൻ കഴിയട്ടെ. എല്ലാ പാവങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും